ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചക്ക എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. ചിലരിതിനെ ചക്ക പുഴുക്ക് എന്ന് പറയാറുണ്ട്, ചക്ക എരിശ്ശേരി എന്ന് പറയാറുണ്ട്. എന്താണെങ്കിലും ചക്ക എരിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചക്കക്കുരുവും ചക്കയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പാത്രത്തിൽ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു കുക്കറിൽ ഒരു വാഴയില കീറി ഇട്ട് കഴിഞ്ഞാൽ അത് അടി പിടിക്കാതെ, ചീനിയാണെങ്കിലും ചക്കയാണെങ്കിലും പുഴുക്കാണെങ്കിലും വാഴയില അടി കീറി ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അടി കരിഞ്ഞ് പിടിക്കാതെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കീറ് വാഴയില ഇട്ടിട്ടാണ് ആദ്യം ചക്കക്കുരു ഇട്ടത്. എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കയും അതിലേക്ക് കുടഞ്ഞിട്ടു. ഒരു 1/4 ഗ്ലാസ് തികച്ചില്ല, അര ഗ്ലാസ് എന്ന് പറയാം, അര ഗ്ലാസ് വെള്ളവും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 3 വിസിൽ അടിച്ച് കഴിയുമ്പോൾ, ഫുള്ളിലിട്ട് 3 വിസിൽ അടിച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങായും ജീരകവും മഞ്ഞൾപ്പൊടിയും 3 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കുക. പേസ്റ്റ് രൂപം ആവണ്ട, തരിതരിപ്പോടെ വേണം അരച്ചെടുക്കാൻ. അങ്ങനെ അത് അരച്ചെടുക്കുക. ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. വിഷുവിന് ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്, ചക്ക എരിശ്ശേരി. ചക്കയുടെ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഉണ്ടാക്കുമല്ലോ. അതിന് വേണ്ടി അടുത്തത് നമ്മളിനി ഒരു പാത്രം വെച്ച് അല്ലെങ്കിൽ ചീനിച്ചട്ടിയോ തവയോ വെച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും മൂപ്പിക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ, ഒരുപാട് വേണ്ട, കുറച്ച് തേങ്ങ, നമ്മുടെ ചക്കയ്ക്ക് അരപ്പ് ചേർക്കുന്നുണ്ട്. അത് കൂടാതെ വറുത്തിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങ എടുക്കുന്നത്. അപ്പോൾ അത് അരപ്പിന് ഒരു കണക്ക് തേങ്ങയും ഈ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കണക്കാക്കിയാൽ മതി. അത് നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കണം. വറ്റൽമുളകും കറിവേപ്പിലയും തേങ്ങയും ചുവന്നുള്ളിയും അരിഞ്ഞതും കൂടാണ് വറുത്ത് മാറ്റി വെക്കുന്നത്. എന്നിട്ട് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് കുടഞ്ഞിടുക. എന്നിട്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇച്ചിരി ലൂസായിട്ട് വേണം ഇതുണ്ടാക്കാൻ, തിക്കായിട്ടല്ല. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ അത് തിക്കാവും. അപ്പം കുറച്ച് ലൂസാക്കി വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി വേണം ഇതിൻ്റെ ചക്കക്കൂട്ടാൻ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി, അത് ഗ്രേവി പോലെ ലൂസായി കിട്ടും. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പം ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കണം. ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. കുരുമുളക് പൊടി മസ്റ്റാണ്, കുരുമുളക് പൊടി ചേർക്കണം. കാരണം ചക്കയല്ലേ, അതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്താലേ ആ ചക്കയ്ക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വിഷുവിന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം വീണ്ടും ഇതുപോലെ വിഷു സ്പെഷ്യൽ റെസിപ്പീസുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും താങ്ക് യു.